പ്രഭാസ് നായകനായി എത്തിയ ഹിറ്റ് ചിത്രമായ കൽക്കി 2898 AD പ്രദർശനത്തിനെത്തിയിട്ട് ഒരു വർഷം തികഞ്ഞിരിക്കുകയാണ്. നാഗ് അശ്വിൻ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം എപ്പിക് സയൻസ് ഫിക്ഷൻ വിഭാഗത്തിലാണ് പുറത്തിറങ്ങിയത്. 1200 കോടി രൂപയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം നേടിയത്. 600 കോടി രൂപ ബജറ്റിലിറങ്ങിയ കൽക്കി ഇതോടെ വമ്പൻ വിജയം തന്നെയാണ് നേടിയത്. വൈജയന്തി മൂവീസിന്റെ ബാനറിൽ സി അശ്വനി ദത്ത്, സ്വപ്ന ദത്ത്, പ്രിയങ്ക ദത്ത് എന്നിവരാണ് ചിത്രം നിർമ്മിച്ചത്. ഇന്ത്യൻ സിനിമയിലെ വമ്പൻ താരനിര തന്നെയാണ് ചിത്രത്തിൽ ഒരുമിച്ചത്. പ്രഭാസ് നായകനായി എത്തിയ ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ, കമൽ ഹസൻ, ദീപിക പദുക്കോൺ, ദിഷ പഠാനി, ശാശ്വത ചാറ്റർജി, ബ്രഹ്മാനന്ദം, രാജേന്ദ്ര പ്രസാദ്, ശോഭന, പശുപതി, അന്നാബൻ തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ദുൽഖർ അടക്കമുള്ളവർ അതിഥി താരങ്ങളായും എത്തിയിരുന്നു. അതേസമയം ചിത്രത്തിന്റെ രണ്ടാം ഭാഗം അണിയറയിൽ ഒരുങ്ങുകയാണ്. സിനിമയുടെ 25 ദിവസത്തെ ചിത്രീകരണം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് വിവരം. 2027 രണ്ടാം ഭാഗം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് വിവരം. ദി രാജാ സാബാണ് പ്രഭാസ് നായകനായി ഇനി പ്രദർശനത്തിനെത്തുന്ന ചിത്രം. ചിത്രത്തിന്റെ പ്രഖ്യാപനം വന്നതു മുതൽ തന്നെ ആരാധകർ ഏറെ പ്രതീക്ഷയിലാണ്. ഹൊറർ കോമഡി ജോണറിലാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക. മാരുതിയാണ് രാജാ സാബ് സംവിധാനം ചെയ്യുന്നത്. മുത്തച്ഛനും പേരക്കുട്ടിയുമായി ഈ ചിത്രത്തിൽ പ്രഭാസ് ഉണ്ടാകുമെന്നും വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ കഥ പറയുന്നതായിരിക്കും ദ രാജാ സാബ് എന്നുമാണ് പുതിയ റിപ്പോർട്ടുകൾ. തമനാണ് ചിത്രത്തിന് സംഗീതം നൽകുന്നത്. ദ രാജാ സാബ് എന്ന ചിത്രത്തിലെ പാട്ടുകൾക്ക് ജാപ്പനീസ് പതിപ്പ് ഒരുക്കുമോ എന്ന് നിർമ്മാതാക്കൾ ചോദിച്ചതായി തമൻ വെളിപ്പെടുത്തിയിരുന്നു. ജപ്പാനിൽ ഓഡിയോ ലോഞ്ച് സംഘടിപ്പിക്കാൻ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ആലോചിക്കുന്നുണ്ടെന്നാണ് വ്യക്തമാകുന്നത് എന്നും തമൻ സൂചിപ്പിച്ചിരുന്നു. മാളവിക മോഹനാണ് ചിത്രത്തിലെ നായിക. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.